ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡ്രിങ്ക് എന്ന് പറയുന്നത് 1000 കാലറി ഡ്രിങ്ക് ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 1700 ആണ് നിങ്ങളിപ്പോൾ ഒരു ദിവസം എടുക്കുന്ന കാലറീസ് ആണെങ്കിൽ. ഹലോ, ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നിങ്ങളെ കുറേ നാളായിട്ടുള്ള റിക്വസ്റ്റ് പ്രകാരമുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ തടി എങ്ങനെയാണ് നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റുക എന്നുള്ളത്. അപ്പോൾ കുറേ പേര് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഹെൽത്തി വേയിൽ എങ്ങനെ നമുക്ക് തടി കൂട്ടാന്നുള്ളതാണ് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോയുടെ അവസാനം ഞാൻ ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് കുടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തടി കൂടുന്നുള്ളത് ഞാൻ 100% ഉറപ്പ് തരുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. ഡ്രിങ്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമ്മൾ തടി കൂടുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ തടി കൂടാത്തത്, അങ്ങനെയുള്ള കുറച്ച് റീസണൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പം അധികം ബോറടിപ്പിക്കില്ല, ജസ്റ്റ് ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രം ചുരുക്കിയിട്ട് പറഞ്ഞുതരാൻ വേണ്ടി പോവാണ്. അപ്പൊ ആദ്യം തന്നെ ഞാൻ 3 ടേംസ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നത്. ഒന്ന് മെയിൻ്റനൻസ് കാലറി ആണ്, ഒന്ന് കാലറി ഡെഫിസിറ്റ് ആണ്, ഒന്ന് കാലറി സർപ്ലസ് ആണ്. അപ്പൊ ഇത് മൂന്നെണ്ണം എന്താ വെച്ചാൽ ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. മെയിൻ്റനൻസ് കാലറി എന്ന് പറയുന്നത് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ ബോഡി ഫങ്ഷൻ ചെയ്യാണല്ലേ. അപ്പൊ അങ്ങനെ ബോഡി ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസത്തേക്ക് വേണ്ട കാലറിയാണ്, നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന കാലറിയാണ് മെയിൻ്റനൻസ് കാലറി. അപ്പൊ മെയിൻ്റനൻസ് കാലറി എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പൊ അത് ഞാനൊരു റഫ് ഫിഗർ ആയിട്ട് ഒരു 2000 കാലറീസ് ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കേണ്ട ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, ഇത് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടല്ല. അപ്പോൾ അതൊന്നും നിങ്ങൾ വിചാരിക്കണ്ട, ജസ്റ്റ് ഇത്ര മാത്രം ആലോചിക്കുക. നിങ്ങളിപ്പം നിങ്ങൾക്കിപ്പം പ്രോബ്ലം എന്താണ്, വെയിറ്റ് കൂടുന്നില്ല, ഒരേ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെന്നാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ എല്ലാ ദിവസവും മെയിൻ്റനൻസ് കാലറി മാത്രമാണ് ഉള്ളിലേക്ക് എടുക്കുന്നതെന്നാണ്. ഇനി അങ്ങനെയല്ല, നിങ്ങൾ ദിവസം കൂടുന്നതിനനുസരിച്ചിട്ട് വെയിറ്റ് കുറഞ്ഞിട്ടാണ് വരുന്നതെന്നാണെങ്കിൽ നിങ്ങൾക്ക് കാലറി ഡെഫിസിറ്റ് ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ എന്താണ് കാലറി ഡെഫിസിറ്റ് എന്നായിരിക്കും നിങ്ങളുടെ ഇപ്പം ചിന്തിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഇപ്പം ഞാൻ നേരത്തെ ആ ഒരു 2000 കാലറീസ് ആണല്ലോ നമ്മുടെ മെയിൻ്റനൻസ് കാലറി എടുത്തത്. അപ്പോൾ 2000 പകരം നിങ്ങളിപ്പോൾ ഒരു 1700 ആണ് നിങ്ങൾ ദിവസം എടുക്കുന്ന കാലറി എന്നാണെങ്കിൽ അവിടെ ആ ഒരു 300 ആണ് കാലറി ഡെഫിസിറ്റ്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളിപ്പം ആ കാലറി ഡെഫിസിറ്റിലാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണെങ്കിൽ നിങ്ങൾ എന്തായാലും തടി കുറയുകയാണ് ചെയ്യുന്നത്, വെയിറ്റ് കുറഞ്ഞിട്ടാണ് വരുന്നത്. കാരണം 2000 കാലറീസ് നമുക്ക് വേണം, പക്ഷേ നിങ്ങൾ അത്ര എടുക്കുന്നില്ല. അപ്പൊ ഇത്ര മനസ്സിലാക്കുക. ഇനി കാലറി സർപ്ലസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ 2000 ആണ് നമ്മൾ മെയിൻ്റനൻസ് കാലറി എടുത്തത്. നിങ്ങളിപ്പോൾ ഒരു 2300 നിങ്ങൾ കഴിക്കുന്നുണ്ട് എന്നാണെങ്കിൽ അത് കാലറി സർപ്ലസ് ആണ്. അവിടെ ആ ഒരു 300 കാലറീസ് എന്ന് പറയുന്നത് കാലറി സർപ്ലസ് ആയിട്ടാണ് വരുന്നത്, നിങ്ങൾ കൂടുതലാണ് കഴിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇനി മെയിൻ്റനൻസ് കാലറി ആണ് ഒരു ദിവസം എടുക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ കാലറി ഡെഫിസിറ്റിലാണ് ഉള്ളതെങ്കിലും ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡ്രിങ്ക് എന്ന് പറയുന്നത് 1000 കാലറി ഡ്രിങ്ക് ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 1700 ആണ് നിങ്ങളിപ്പോൾ ഒരു ദിവസം എടുക്കുന്ന കാലറീസ് ആണെങ്കിൽ അതിൻ്റെ കൂടെ 1000 ആഡ് ആവുകയാണ്. അപ്പോൾ ആ ഒരു 2000 എന്തായാലും മുകളിലേക്ക് പോവാണ്, 2700 ഡയറക്റ്റ് ആയിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും അവിടെ കാലറി സർപ്ലസ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും തടിക്കുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പം ഞാൻ ഡ്രിങ്ക് ഇന്ന് കാണിച്ചു വരുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഈ ഡ്രിങ്ക് മാത്രം കുടിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ നോർമലി കഴിക്കുന്ന ഫുഡ് എന്താണോ അത് എന്തായാലും കഴിക്കണം. എന്നിട്ട് ഇപ്പം നിങ്ങൾ നോർമലി കഴിക്കും, പൊതുവേ അണ്ടർ വെയിറ്റ് ആയിട്ടുള്ളവരെ ഒരു രീതി കാണുന്നത് എന്താ വെച്ചാൽ 3 നേരമായിരിക്കും കഴിക്കുന്നുണ്ടാവില്ല, അതിൻ്റെ ഇടനേരത്തൊന്നും കഴിക്കുന്നുണ്ടാവില്ല. അതുപോലെ നമ്മളിപ്പോൾ ഓരോ നേരത്ത് കഴിക്കുമ്പോൾ അത് നേരെ ചൊവ്വേ കഴിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3 നേരമായിട്ട് നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കഴിക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങളതൊരു 5 നേരത്തേക്ക് മാറ്റുക. അപ്പോൾ രാവിലെ കഴിക്കുക, ഒരു 11 മണിയാകുമ്പം എന്തെങ്കിലും ആയിട്ട് എടുത്ത് കഴിക്കുക, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുക, വൈകുന്നേരം ഞാൻ ഈ പറഞ്ഞു തരുന്ന ഷേക്ക് നിങ്ങൾക്ക് വൈകുന്നേരം അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുശേഷം പിന്നെ ഡിന്നർ കഴിക്കുക. ആ ഒരു രീതിയിൽ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ ഡ്രിങ്കിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇപ്പം നിങ്ങളിപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ തുടങ്ങുകയാണ്, 1 മാസം വരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്നിട്ടും നിങ്ങളുടെ വെയിറ്റിൽ ഒരു മാറ്റവും ഇല്ല, ഇതെന്താ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ കാണിക്കുന്നത് നന്നായിരിക്കും. കാരണം നമ്മളിങ്ങനെ ഈ ഒരു ഫുഡ് കഴിച്ചിട്ട് വെയിറ്റ് കൂടുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം വരുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഒന്നിക്കൽ നമുക്ക് PCODന്റെ പ്രോബ്ലം ഉണ്ടാവാം, ഗേൾസിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അങ്ങനെയല്ല, പിന്നെ തൈറോയിഡിന്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വരാനുണ്ട്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാദ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് വെയിറ്റ് കൂടുന്നില്ല എന്നാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം കൂടി നിങ്ങൾ മൈൻഡിൽ എപ്പോഴും വെക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ഡ്രിങ്കിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ചെറിയ പഴമാണ് എടുത്തിട്ടുള്ളത്, അത് 3 എണ്ണമാണ്
ആണ് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റോബസ്റ്റ ആണെങ്കിൽ റോബസ്റ്റ 2 എണ്ണം എടുക്കുക. ഈ സാധനങ്ങളുടെ ഒക്കെ ക്വാണ്ടിറ്റി ഞാൻ കറക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, അത് വെച്ചിട്ട് എടുക്കുക. അതിനുശേഷം ഞാൻ ഇനി ഓട്സ് ആണ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആൽമണ്ട്സ് ആണ് എടുത്തിട്ടുള്ളത്, അതും ജാറിലേക്ക് ഇടുകയാണ്. അതിനുശേഷം പീനട്ട് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. പീനട്ട് ബട്ടർ ഞാൻ ജാറിലേക്ക് ആക്കുകയാണ്. പീനട്ട് ബട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെർഷി സ്പ്രെഡ് വേണമെങ്കിൽ എടുക്കാം. ആ സമയത്ത് നമുക്കൊരു 3.5 സ്പൂൺ വരെ എടുക്കേണ്ടി വരും. അതിനുശേഷം ഇനി ആഡ് ചെയ്യുന്നത് ഹണിയാണ്. ഹണി നിങ്ങൾക്കിപ്പോൾ ഒരു സ്പൂൺ വേണമെങ്കിൽ കൂട്ടിയിട്ട് ചേർക്കാം, മധുരം കൂടുതൽ വേണമെന്നാണെങ്കിൽ. അതിനുശേഷം ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് ഡേറ്റ്സ് ആണ്. ഡേറ്റ്സ് നിങ്ങൾക്കൊരു 1-2 കൂട്ടിയിട്ട് എടുക്കാം മധുരത്തിനനുസരിച്ചിട്ട്. അപ്പോൾ അതും ആഡ് ചെയ്യാണ്. അതിനുശേഷം ലാസ്റ്റ് നമുക്ക് പാലാണ് വേണ്ടത്. അതിനുശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഡ്രൈ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ കുറച്ച് അധികം തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ മാജിക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ദിവസവും കുടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക പറഞ്ഞാൽ ദിവസം ഇത് കുടിക്കുക, വെയിറ്റ് കൂടണമെന്ന് ആഗ്രഹമുള്ളവർ. അപ്പോൾ നോർമലി ഫുഡ് കഴിക്കുന്നതിൻ്റെ കൂടെ എക്സ്ട്രാ ആണ് കേട്ടോ ഇത് വരുന്നത്, അല്ലാണ്ട് ഇത് മാത്രം കഴിക്കണം എന്നല്ല പറയുന്നത്, അതിൻ്റെ കൂടെ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ എന്തായാലും ടേസ്റ്റിംഗ് ഒക്കെ ഇഷ്ടപ്പെടും. എല്ലാ സാധനം കൂടി മിക്സ് ആയിട്ട് വരുമ്പോൾ ഉള്ള ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്, കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുടിക്കാൻ പറ്റായിക്കൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ടാറ്റ.